യുദ്ധത്തിനിടെ നെതന്യാഹു രഹസ്യമായി UAE സന്ദർശിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ അവകാശപ്പെട്ടു. പക്ഷേ UAE അതിനെ ഉടൻ നിഷേധിച്ചു. എന്നാൽ അതേ സമയം തന്നെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇസ്രായേൽ സൈനിക മേധാവികളും മോസാദ് ഉദ്യോഗസ്ഥരും യുദ്ധത്തിനിടെ UAE സന്ദർശിച്ചുവെന്നാണ്. അതോടെ മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ ചോദ്യം ഉയരുകയാണ്. ഇറാൻ യുദ്ധത്തിന് ശേഷം UAEയും ഇസ്രായേലും സുരക്ഷാ സഖ്യത്തിലേക്ക് കൂടുതൽ അടുക്കുകയാണോ? ഇറാൻ വാർ ആൻഡ് UAE ഫിയേഴ്സ്. അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെ ഇറാൻ ഗൾഫ് മേഖലയിലേക്ക് ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചു. UAEയുടെ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും മേഖലയെ ലക്ഷ്യമിട്ടു. പോർട്ടുകൾ, എയർപോർട്ടുകൾ, റെസിഡൻഷ്യൽ മേഖലകൾ അടക്കമുള്ള പ്രധാന ഇൻഫ്രാസ്ട്രക്ചറുകൾ ഭീഷണിയിലായെന്ന് അബുദാബി ആരോപിച്ചു. ഹോർമുസ് കടലിടുക്ക് പ്രതിസന്ധിയിലായതോടെ എണ്ണ ഗ്യാസ് വ്യാപാരത്തിനും ആഘാതമുണ്ടായി. അത് UAEയെ ഒരു വലിയ യാഥാർത്ഥ്യം ഓർമ്മിപ്പിച്ചു. യുദ്ധം ഇനി ദൂരെയല്ല, അത് നേരിട്ട് ഗൾഫ് നഗരങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. UAE ഫെൽറ്റ് എലോൺ. ബ്ലൂംബെർഗ് റിപ്പോർട്ടുകൾ പ്രകാരം UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് സൗദി അറേബ്യ, ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് നേതാക്കളുമായി ബന്ധപ്പെട്ടു. ഇറാനെതിരെ ഒരുമിച്ച് പ്രതികരിക്കണമെന്ന് UAE ആവശ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. പക്ഷേ പല ഗൾഫ് രാജ്യങ്ങളും ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കുചേരാൻ തയ്യാറായില്ല. ഇത് ഞങ്ങളുടെ യുദ്ധമല്ല എന്ന സമീപനമാണ് ചില രാജ്യങ്ങൾ സ്വീകരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അത് UAEക്കുള്ളിൽ മറ്റൊരു ചിന്ത ശക്തമാക്കി. പ്രതിസന്ധി എത്തുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ പരസ്പരം സംരക്ഷിക്കുമോ? ഇസ്രായേൽ സ്റ്റെപ്സ് ഇൻ. അതിനിടെയാണ് മറ്റൊരു നിർണായക വെളിപ്പെടുത്തൽ വന്നത്. US അംബാസഡർ മൈക്ക് ഹക്കബി പറഞ്ഞത് ഇസ്രായേൽ UAEയിലേക്ക് അയൺ ഡോം എയർ ഡിഫൻസ് സംവിധാനവും അതിനെ പ്രവർത്തിപ്പിക്കാൻ സൈനികരെയും അയച്ചുവെന്നാണ്. അത് വളരെ വലിയ ഒരു രാഷ്ട്രീയ സന്ദേശമായാണ് പലരും കാണുന്നത്. കാരണം ഒരിക്കൽ രഹസ്യമായി നടന്നിരുന്ന ബന്ധങ്ങൾ ഇപ്പോൾ സുരക്ഷാ സഹകരണമായി മാറുന്നതിൻ്റെ സൂചനകളാണ് ഇത്. 2020 ഏബ്രഹാം അക്കോർഡ് ശേഷം UAEയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളർന്നിരുന്നു. പക്ഷേ ഇറാൻ യുദ്ധം ആ ബന്ധത്തെ കൂടുതൽ സൈനിക സുരക്ഷാ തലത്തിലേക്ക് എത്തിച്ചുവെന്നാണ് വിലയിരുത്തൽ. ദ ഗാസ ക്വസ്റ്റ്യൻ. മിഡിൽ ഈസ്റ്റിലെ പലർക്കും ഗാസ യുദ്ധത്തിന് ശേഷം നെതന്യാഹുവിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് ഇമേജാണുള്ളത്. പല രാജ്യങ്ങളിലും പ്രതിഷേധങ്ങൾ നടന്നു. ചിലർ അദ്ദേഹത്തെ വാർ ക്രിമിനൽ എന്നും വിശേഷിപ്പിക്കുന്നു. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് നെതന്യാഹുവിനുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UAE ഇസ്രായേലിനോട് കൂടുതൽ അടുത്തു വരുന്നതായി തോന്നുമ്പോൾ അത് പലരും ബിട്രയൽ പോലെ കരുതുന്നു. പ്രത്യേകിച്ച് പാലസ്തീൻ വിഷയത്തിൽ വികാരപരമായ പിന്തുണ ശക്തമായ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ. സീക്രട്ട് അലയൻസസ്. ഇതിനിടെയാണ് നെതന്യാഹുവിൻ്റെ ഓഫീസ് അദ്ദേഹം യുദ്ധത്തിനിടെ UAE സന്ദർശിച്ചുവെന്ന് അവകാശപ്പെട്ടത്. പക്ഷേ UAE ഉടൻ പ്രതികരിച്ചു. UAE ഇസ്രായേൽ ബന്ധം രഹസ്യമല്ല. ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത സന്ദർശനങ്ങളെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നായിരുന്നു അബുദാബിയുടെ മറുപടി. അതായത് UAE ഒരു ബാലൻസിംഗ് ആക്ടിലാണ്. ഒരു വശത്ത് ഇറാന്റെ സുരക്ഷാ ഭീഷണി, മറ്റൊരു വശത്ത് ഇസ്രായേലുമായി തുറന്ന അടുപ്പം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പഴയ സഖ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ശത്രുക്കളായിരുന്ന രാജ്യങ്ങൾ പോലും സുരക്ഷയ്ക്കായി തമ്മിൽ സഹകരിക്കുന്നു. പക്ഷേ അതോടൊപ്പം ഒരു വലിയ ചോദ്യവും ഉയരുന്നു. ഇറാന്റെ ഭീഷണിയാണോ രാജ്യങ്ങളെ പുതിയ സഖ്യങ്ങളിലേക്ക് തള്ളിയിടുന്നത്? അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് മിഡിൽ ഈസ്റ്റിൽ പുതിയ ശക്തി ബ്ലോക്കുകൾ രൂപപ്പെടുത്തുകയാണോ? ഒന്നുറപ്പാണ്, ഗാസ യുദ്ധത്തിൻ്റെയും ഇറാൻ പ്രതിസന്ധിയുടെയും ശേഷം മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയം ഇനി പഴയതുപോലെ ആവില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമൻറ്റിൽ പറയൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.